ഹായ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മളുടെ പുടവ കൊടുക്കണ ദിവസമാണ്. അപ്പൊ പുടവ കൊടുക്കാൻ വേണ്ടിട്ട് പെട്ടിയിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു അന്ന് അതൊരു വ്ളോഗ് ആക്കി എടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. എന്തിട്ടൊക്കെയാണ് വെക്കേണ്ടതെന്നൊന്നും കറക്റ്റ് ഒന്നും എനിക്ക് അറിയില്ല. എന്നാലും നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി ഇതൊന്നും നമ്മൾ സത്യത്തിൽ ശ്രദ്ധിക്കാറും കൂടി ഇല്ലല്ലോ. പിന്നെ ഇങ്ങനെ വന്നപ്പോഴാണ് ഓരോന്നൊക്കെ ശ്രദ്ധിച്ചത്. അങ്ങനെ നോക്കിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളത് വെക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പിന്നെ ഇന്നത്തെ പുടവ കൊടുക്കലിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ദേ നമ്മുടെ പുടവയാണ് കേട്ടോ ഞാൻ വെച്ചേക്കുന്നത്. ഇത് നമ്മൾ ബോക്സിലാക്കിയിട്ട് പിന്നെ കൊടുക്കുക എന്തോ സംഭവം ഉണ്ട്. എന്നാലും ഞാനിപ്പോ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കല്യാണ സാരി വരുന്നത് കേട്ടോ. അപ്പൊ കല്യാണ സാരിക്ക് ഇതേപോലെ പിന്നെ അതിന്റെ ഒരു ഷോള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ അങ്ങനെ അടിച്ചിട്ട് ഒരു ഷോളും കൂടി ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഷോളും കൂടി ഇതിൽ വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സാരിക്കുള്ള അടിപ്പാവട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഈ ഒരു സൈഡിൽ നമ്മളിതേ സാരി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അവിടെ വെക്കി ഞാൻ ഇതിൽ എടുത്തുകൊണ്ട് കുഴപ്പമില്ല. ഇതേ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ ഷുഗറിന്റെ ബ്രാൻഡില് അങ്ങനെയാണ് കേട്ടോ വാങ്ങിച്ചത്. പണ്ട് എനിക്കൊക്കെ മേക്കപ്പ് സെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും നമ്മളിപ്പോ അധികം യൂസ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഫൗണ്ടേഷനും കോമ്പാക്ട് പൗഡർ അതേപോലെ തന്നെ ഒരു ഇതെന്താ സംഭവം ഒരു ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ പിന്നെ അത് വാങ്ങിച്ചത്. അപ്പൊ അതൊക്കെ ഞാൻ ദേ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതെ ഇത് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ വാങ്ങിച്ചോട്ടെ. ഇത് എന്നിട്ടാണ് ഇതൊരു സ്ട്രോപ്പ് ക്രീം ഇല്ലേ, ഷുഗറിന്റെ തന്നെ സ്ട്രോപ്പ് ക്രീം ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇത് ഇവിടെ ഞാനിങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഷിങ്കാർ പോലത്തെ അതൊരെണ്ണം വാങ്ങിച്ചു. ആവശ്യമുണ്ടോ ഇല്ലെങ്കിലും എന്നാലും ജസ്റ്റ് ഇങ്ങനെ വെറുതെ ചുമ്മാ വാങ്ങിച്ചു. പിന്നെ ഒരു സ്പ്രേ വാങ്ങിച്ചു കേട്ടാ. ഇതെന്ന് വാട്ടേകളോ അങ്ങനത്തെ നല്ല സ്മെല്ലാട്ടോ. അത് ഞാൻ കണ്ടപ്പോ എനിക്ക് അത്ര ഇത് തോന്നിയില്ലെങ്കിലും അടിച്ചപ്പോ അടിപൊളി സ്മെല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇത് സെലക്ട് ചെയ്തതാണ് കേട്ടാ. പിന്നെ ചെറിയ ഇതിന് മാച്ച് ആയിട്ട് ഒരു ചുമ്മാ ഒരു നെയിൽ പോളിഷ് ഇല്ലേ അതും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കല്യാണത്തിനിക്ക് വേണ്ട കുറച്ച് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ അന്നത്തേക്ക് ഇടാനുള്ള സംഭവങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. ഇത് മൊത്തം സ്ലൈഡും സാധനങ്ങളും ഇതൊക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ ദേ ഒരു കണ്ണാടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വാൽക്കണ്ണാടി അത് ദേ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മള് ബ്രൈഡിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ചെരുപ്പ് വാങ്ങിച്ചുള്ളത്. ഇതേപോലെ ഇങ്ങനെ സ്റ്റോണൊക്കെ വെച്ചിട്ട് ഹാൻഡ് വർക്ക് പോലെ കൊടുത്തിട്ടുള്ള ഒരു ചെരുപ്പും അങ്ങനെ അത് നമ്മള് ഇവിടെ സെറ്റ് ചെയ്ത്. ഇതൊന്നും വെക്കാനൊന്നും കറക്റ്റ് എനിക്ക് അറിയില്ല. എന്നാലും ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ് കേട്ടാ. പിന്നെ ഇത് നമുക്ക് ഷുഗറിന്റെ ഈ സംഭവങ്ങൾ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിച്ചപ്പോ അവര് ഒരു ബാഗ് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് നമ്മള് ബാക്കിയുള്ള അവർക്കുള്ള അങ്ങനത്തെ കുറെ ടവല് സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഇതിൽ വെച്ചിട്ട് അത് ഞാൻ ഈ ഒരു സൈഡില് ഇങ്ങനെ വെച്ച് സെറ്റ് ആക്കി. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മള് ഇതിലേക്ക് വെക്കാനായിട്ട് ആകെ ഇത്ര ഐറ്റംസ് ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ പെട്ടിയിൽ വെച്ചത്. ഇനി ബ്രൈഡൽ ബ്ലൗസും കൂടി വെക്കാനുണ്ട്. കല്യാണ ബ്ലൗസ് കേട്ടാ. ഇതില് ചെറിയൊരു വർക്കും കൂടി ഉണ്ടായിരുന്നു, ഇങ്ങനെ ഹാങ്ങിങ് വെക്കാനുണ്ടായിരുന്നു. അപ്പൊ അതോടെ വെച്ചിട്ട് ഇപ്പൊ കിട്ടിയുള്ളൂ. അപ്പൊ ഫൈനൽ ആയിട്ട് കല്യാണ ബ്ലൗസ് ആണ് കേട്ടാ ചെയ്തേക്കുന്നത്. ഇതിന്റെ ഇങ്ങനെ കൈന്റെ അവിടെ ഇങ്ങനെ ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയ ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ട് ഇതേപോലെ നെക്കിലും ഈ ഒരു സ്വീറ്റ് ഹാർട്ട് നെക്കില്ലേ അതൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത ഒരു ബ്രൈഡൽ ബ്ലൗസ് ആണ്. അതും കൂടി നമ്മൾ വെച്ചു. അങ്ങനെ നമ്മുടെ പെട്ടി സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. ഇത്രേ ഉള്ളൂ പെട്ടിയില്. വേറെ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. ഇത്രയൊക്കെയാണ് എനിക്ക് എന്റെ അറിവിലുള്ളൂ. അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമ്മൾ പെട്ടിയൊക്കെ സെറ്റ് ആക്കി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ പോയത് അപ്സര ചേച്ചിയുടെ അടുത്തേക്കാണ് എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ. കാരണം എനിക്ക് വേറെ എന്ത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. ഹെയർ ഉള്ളില്ലാത്ത കാരണം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവാട്ടോ പൊതുവെ. അപ്പം ഇതിപ്പോൾ മെയിൻ പരിപാടി അനിയൻ്റെ പരിപാടി നാത്തൂനല്ലേ, അപ്പോൾ ഒന്ന് തിളങ്ങണ്ടേന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. ഞാൻ എക്സ്റ്റൻഷനൊക്കെ വെക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചിട്ട് പോയത്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതൊന്നും വേണ്ട, നിൻ്റെ മുടിയിലെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി അടിപൊളിയാക്കി തരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് വന്നു. എൻ്റെ ഹെയർ തന്നെ
ഇതേപോലെ ആക്കി വന്നപ്പോൾ എന്നെ കോൺഫിഡൻസ് കിട്ടിയ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അങ്ങനെ ഹെയർ ചേച്ചി സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ഈ ഒരു കോസ്റ്റ്യൂം ഉണ്ടല്ലോ, ഇത് ആക്ച്വലി ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച സാരിയാണ്. അപ്പോൾ ഈ സാരി എനിക്ക് ഉടുത്ത പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സാരി കാണാൻ ഭംഗിയുണ്ട്, ഉടുക്കുമ്പോൾ അതിൻ്റെ ഭംഗി കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ സ്കേർട്ടും ടോപ്പും സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് വന്നിട്ട് ടോപ്പിൽ ഞാൻ തന്നെ ഇതേപോലെ ലേസൊക്കെ കൊടുത്ത് സെൻറ്ററിൽ ചെറിയ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് സ്റ്റിച്ച് വർക്ക് ചെയ്തിട്ട് പിന്നെ ഇതേപോലെ ഷോളൊക്കെ ആക്കി സെറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇതേ ഫുള്ളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ടാണ് പിന്നെ ഫേസും കാര്യങ്ങളൊക്കെ മേക്കപ്പ് ചെയ്തത്. പിന്നെ അതിനിടയിൽ ചീരുട്ടീനെയൊക്കെ മേക്കപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോഴേക്കും ആൾക്കാരുകളൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇവൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഭയങ്കര മേക്കപ്പ്, നിന്നെ ആരും മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അനിയൻ്റെ ഫേസിലും കുറച്ച് ഈ കോമ്പാക്ട് പൗഡറില്ലേ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് സെറ്റിംഗ് സ്പ്രേ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. വേറെ ഒന്നും ചെയ്തില്ല, അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങളിതേ ഇറങ്ങുകയാണ്. ആദ്യം ടെൻഷൻ ഫുള്ള് മുടിയായിരുന്നു, മുടി ഉള്ളില്ല, എന്ത് ചെയ്യുന്നു. ഇപ്പം എല്ലാം ശരിയായി വന്നപ്പോൾ ഇപ്പോൾ ടെൻഷൻ, ദൈവമേ നാത്തൂനല്ലേ ഈ പുടവ കൊടുക്കട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിക്കുന്നത് വലിയ കുഴപ്പമില്ലാണ്ട് പറയണേന്നായിരുന്നു. വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, വലിയ വീഴാണ്ട്. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, നേരെ പുടവ കൊടുക്കൽ ചടങ്ങൊക്കെ ചെയ്തു. അതൊക്കെ വേഗം കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു അവിടെ ഹൽദി പോലെ ചെറുതായിട്ട് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ ആദ്യം കുറച്ച് ഞങ്ങളെല്ലാവരും ഫാമിലി ഫോട്ടോസുകളില്ലേ, അങ്ങനെ എല്ലാവരും വിളിച്ച് നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഫോട്ടോസൊക്കെ കഴിഞ്ഞിട്ടാണ് ഹൽദിയുടെ പരിപാടി തുടങ്ങിയത്. എല്ലാവരും ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കസിൻസിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു, കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഡാൻസും കഴിഞ്ഞപ്പോൾ അനിയനെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ചിട്ട് അവൻ നന്നായിട്ട് പാടുന്നതാണ്. അപ്പോൾ എന്തായാലും കല്യാണച്ചക്കൻ പാടണമെന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടിപ്പിച്ചു. അപ്പോൾ അവനത് ചുമയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് ആൾ പാടിയിട്ടുണ്ടായിരുന്നു. ചുമയെ കാര്യം ശരിക്കും പാടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൾക്ക്, പക്ഷെ ആൾ നല്ല അടിപൊളിയായിട്ട് പാടി. അപ്പോൾ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പാർട്ടി ഇൻ ദ സ്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി പേജാണ് കേട്ടോ നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്തത്. അടിപൊളി ഫോട്ടോസുകളാണ് കേട്ടോ എല്ലാം എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് കൊതിയായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫോട്ടോസ് എടുത്ത് തരുമോ ചോദിച്ചപ്പോൾ എൻ്റെയും എൻ്റെ ഒറ്റയ്ക്കുള്ളതും ഫാമിലി ആയിട്ടുള്ളതും ഷട്ടേൻ്റെ ഞാൻ മാത്രമായിട്ടുള്ളതും അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തു തന്നു കേട്ടോ. എനിക്ക് ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. മറ്റു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.